സൂപ്പർ സാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടി റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലെ ഒരു അടിപൊളി ക്വസ്റ്റൻ ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റൻസുകൾ വേണം നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിക്കാൻ. പക്ഷെ കുട്ടികൾക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല ഈ ചാപ്റ്റർ പഠിക്കാൻ. പിന്നെ വല്ല ചെറിയ ചോദ്യമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാം, അത്രേ ഉള്ളൂ. അങ്ങനെ ചെറിയ ചോദ്യമല്ല, ഇതിനകത്ത് നിന്ന് ഏകദേശം 7 മാർക്കിന്റെ ക്വസ്റ്റൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പഠിച്ചോണം. ഓക്കെ, ക്വസ്റ്റൻ എന്തായിരുന്നു വായിച്ചു നോക്കിയേ. ലെറ്റ് R be a relation on Z. What is Z? Integers. Okay. Defined by R is a set of all AB such that A minus B is divisible by 5. ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് ഷോ ചെയ്യണം. ഈ റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആണെന്ന് ഷോ ചെയ്യുമ്പോൾ അതിന് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. അത് അതേപടി കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അല്ല നമ്മുടെ ഇഷ്ടത്തെ എഴുതി വെച്ചാൽ മാർക്ക് തരില്ല. അതുകൊണ്ട് ആ ഓർഡറിൽ തന്നെ ആ രീതിയിൽ തന്നെ എഴുതണം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നന്നായിട്ട് പഠിക്കണം കേട്ടോ. നമ്മൾ ഈ ചെറിയ രീതിക്കുള്ള പഠിത്തം കൊണ്ടൊന്നും പ്രയോജനമില്ല എന്നുള്ള കാര്യം ഞാൻ എപ്പോഴും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം കുട്ടികൾ ഇത്രയൊക്കെ പറഞ്ഞാൽ സീരിയസ് ആവുന്നതിനെ കുറിച്ച് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് സീരിയസ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ പറ്റുന്നില്ല. പല കാരണങ്ങൾ കാണും. എന്തായാലും ആ കാരണങ്ങളൊന്നും ഇതിന് സൊല്യൂഷൻ അല്ല. നിങ്ങൾ മാറുക, പഠിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലോട്ട് മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സൊല്യൂഷൻ. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും റിവിഷൻ ബാച്ചായിട്ട് ജോയിൻ ചെയ്ത് നന്നായിട്ട് പഠിക്കാം. ഇനിയുള്ള സമയത്ത് ഫുൾ മാർക്കിൽ എത്തിക്കാനുള്ള എല്ലാ വഴികളും തരും. ക്ലാസ്സുകള്, നോട്ട്സുകൾ, ഇക്വേഷൻ ബുക്കിലെറ്റ്, ക്വസ്റ്റൻ പാക്കേജ്, നിങ്ങൾക്ക് ഏതാണ് പഠിക്കേണ്ടത്, ഏത് ഓർഡറിലാണ് പഠിക്കേണ്ടത്, എല്ലാം കൃത്യമായിട്ട് തരും. ജോയിൻ ചെയ്യാൻ താഴെ തന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇക്വലൻസ് ആവണമെങ്കിൽ 3 റിലേഷൻഷിപ്പുകൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത് റിഫ്ലെക്സീവ്, രണ്ടാമത് സിമെട്രിക്, മൂന്നാമത് ട്രാൻസിറ്റീവ്. ഈ 3 പേരും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം റിഫ്ലെക്സീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന്, റിഫ്ലെക്സീവ് എന്ന് എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഒരാളിൽ നിന്നും അയാളിലോട്ടാണ് കേട്ടോ. ഒരാളിൽ നിന്നും അയാളിലോട്ടാണ്. അപ്പൊ നമുക്ക് ഫോർ എവരി എ എലമെന്റ് ഓഫ് ഇസഡ് എന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇസഡ് എൽ, നമ്മുടെ സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് ആണ്. ഈ എ ആണ് നമ്മൾ ഇപ്പോൾ എഴുതിയത് കേട്ടോ. ഓക്കെ, എ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ഇസഡ് സച്ച്. എന്നിട്ട് എന്ത് ചെയ്യാന്ന് അറിയാമോ? ഈ സെന്റൻസ് ഉണ്ട് മോനെ, ഈ സെന്റൻസ് അങ്ങ് നോക്കി എഴുതണം. ബട്ട് ബിയുടെ സ്ഥാനത്ത് എ എന്ന് കൊടുക്കണം. ബി ഇല്ലല്ലോ ഇവിടെ. ഒരാളിൽ നിന്നും അയാളിലോട്ടാ, എയിൽ നിന്നും എയിലോട്ടാ, ബി ഇല്ല. അപ്പൊ എ മൈനസ് എ ഈക്വൽ 0 അല്ലേ മോനെ? ഈസ് ഡിവിസിബിൾ ബൈ ആരാ മോനെ? 5. ശരിയല്ലയോ? എ മൈനസ് എ നമുക്ക് എന്താണ്? ഒരാളിൽ നിന്നും മറ്റൊരാളെ കുറയ്ക്കുമ്പോണ്ട് എ മൈനസ് ബി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്നാണ്. ഡിവിസിബിൾ നിന്ന് ഡിവൈഡ് ചെയ്യാം. നമുക്കപ്പോ എന്താണ്? ഒരാളിൽ നിന്ന് അയാളെ തന്നെ കുറച്ചാൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നോ? അയാളെ തന്നെ കുറയ്ക്കുന്നു. എ തന്നെ കുറയ്ക്കുന്നു. എയിൽ നിന്ന് എ തന്നെ, ബിയിൽ നിന്ന് ബി തന്നെ, അങ്ങനെയുള്ള രീതിയാണ്. ഒരാളിൽ നിന്ന് അയാളെ തന്നെ കുറച്ചാൽ എത്ര നമുക്ക് കിട്ടുന്നത്? 0 അല്ലേ? 0 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും. ഡിവിസിബിൾ അല്ലേ മോനെ? ഇപ്പൊ 0. അപ്പൊ നമുക്ക് എ മൈനസ് എ ഈക്വൽ എത്രയാണ്? 0. ഈസ് ഡിവിസിബിൾ ബൈ 5 ഈസ് ട്രൂ എന്ന് എഴുതണം കേട്ടോ. ഈസ് ട്രൂ, ശരിയാണ്. ഇപ്പൊ ഇവിടെ 1 ആണെങ്കിൽ നിങ്ങൾ സമ്മതിക്കുമോ? എ മൈനസ് എ നമ്മൾ ഒരു അസ്യൂം ചെയ്യാം 1 ആണ്. 0 ആണ് നമുക്കറിയാം. നമ്പർ 1 ആണെങ്കിൽ എ മൈനസ് എ നമ്മൾ ഇവിടെ ഒരു 1 കിട്ടിയെങ്കിൽ ഈസ് ഡിവിസിബിൾ ബൈ 5 നമുക്ക് എഴുതാൻ പറ്റുമോ? 1നെ 5 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് 0 ആയിട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം ഈസ് ഡിവിസിബിൾ ബൈ 5. Therefore ordered pair a element of R. Therefore R is reflexive. That's all. Okay, അത്രേ ഉള്ളൂ റിഫ്ലെക്സീവ് ആണോ എന്ന് ഷോ ചെയ്യാൻ ഉള്ള മാർഗം. രണ്ടാമത് സിമെട്രിക് ആണ്. സിമെട്രിക് എന്ന് പറയുമ്പോൾ എന്താണ്? സിമെട്രിക്കിന് 2 പേര് എടുക്കണേ. 2 പേരെന്ന് പറഞ്ഞാൽ ഫോർ ഓൾ എ കോമ ബി എലമെന്റ് ഓഫ് ആരാണ്? ഇസഡ് ആണ് കേട്ടോ. ഓക്കെ, ചിലപ്പോൾ ഇസഡിന് ഒരു R വരും. അത് റിലേഷൻ അല്ല, റിയൽ നമ്പേഴ്സ് ആയിരിക്കും കേട്ടോ. ഫോർ എവരി എ കോമ ബി എലമെന്റ് ഓഫ് ഇസഡ് എന്നതിന് ശേഷം തന്നെ ഈ ഓർഡേർഡ് പെയർ എ ബി എലമെന്റ് ഓഫ് ആർ എന്ന് സ്റ്റാർട്ട് ചെയ്യണം. മനസ്സിലായല്ലോ? ഫോർ എന്താണ്? ഓർഡേർഡ് പെയർ എ ബി എലമെന്റ് ഓഫ് ആർ. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ നോക്കി എഴുതണം മോനെ. എ മൈനസ് ബി ഇസ് ഡിവിസിബിൾ ബൈ എത്ര? 5. ഞാൻ ഡിവിസിബിൾ ബൈ 5 എന്നുള്ള കുത്തിട്ടേക്കോ കേട്ടോ. എ മൈനസ് ബി ഇസ് ഡിവിസിബിൾ ബൈ 5 കേട്ടോ. എന്താ ഉദ്ദേശിക്കുന്നത്? എയിൽ നിന്ന് ബി യെ കുറച്ചാൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് അസ്യൂം ചെയ്യുന്നു. എ മൈനസ് ബി ഡിവിസിബിൾ ബൈ 5 ആണെങ്കിൽ ബി മൈനസ് എയും ഡിവിസിബിൾ ബൈ 5 ആകുമോ എന്നാണ് നമ്മുടെ ചോദ്യം. അതിനുവേണ്ടി നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നോക്കിയേ, 20 and 10. 20 എയും ബിയും 20 ഉം 10 ആണെങ്കിൽ 20 മൈനസ് 10 എത്ര മോനെ? 20 മൈനസ് 10നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലോ. 20 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10നെ നമുക്ക് 5 കൊണ്ട് എന്ത് ചെയ്യാം? ഹരിക്കാം, ഡിവൈഡ് ചെയ്യാം. തിരിച്ചോ 10 മൈനസ് 20. 10 മൈനസ് 20 എന്ന് പറഞ്ഞാൽ -10. -10നെ നമുക്ക് ആരുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്? 5 കൊണ്ട് അല്ലേ? അപ്പൊ ശരിയാണ്. തിരിച്ചും മൈനസ് ചെയ്താൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എ മൈനസ് ബി ഇസ് ഡിവിസിബിൾ ബൈ 5 ആണെങ്കിൽ therefore b minus a is also divisible by എത്ര മോനെ? 5. Therefore implies ordered pair b a element of R is എന്തായി? സിമെട്രിക്. ഓക്കെ, അപ്പൊ സിമെട്രിക് ആണെന്നുള്ളതിന്റെ ഈ സെന്റൻസ്
ഈ സെന്റൻസിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. അല്ല നിങ്ങൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ കൂടെ ഒക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് തരത്തില്ല. അതിന് ഏകദേശം ഒരു പെർഫെക്റ്റ് മീനിങ് കിട്ടണം. ഓക്കെ, നെക്സ്റ്റ് എന്തായിരുന്നു പറഞ്ഞാൽ ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് എന്നാണ് കേട്ടോ, അത് നമ്മൾ ഫുൾ എഴുതിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ ട്രാൻസിറ്റീവ്. അപ്പൊ ട്രാൻസിറ്റീവ് ആവുന്നതിന് 3 പേരെടുക്കണം, എയും ബിയും സിയും. അപ്പം നിങ്ങൾക്ക് എളുപ്പം ഒരു ഓർമ്മ നിൽക്കാം. റിഫ്ലെക്സീവ് ആകുമ്പോൾ ഒരാള്, സിമെട്രിക് ആണെങ്കിൽ 2 പേര്, ട്രാൻസിറ്റീവ് ആണെങ്കിൽ 3 പേർ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതുന്നത്? ഫോർ എവരി എ കോമ ബി കോമ സി എലമെന്റ് ഓഫ് ഇസഡ്. എന്നിട്ട് 2 ഓർഡേർഡ് പേരെടുക്കണം, എ ബി എലമെന്റ് ഓഫ് ആറ്, ബി സി എലമെന്റ് ഓഫ് ആറ്. അങ്ങനെ 2 എണ്ണം എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഈ 2 സെന്റൻസ് എഴുതണം, എയും ബിയും വെച്ചുകൊണ്ട് എഴുതണം, ബിയും സിയും വെച്ചുകൊണ്ട് എഴുതണം. അപ്പൊ ആദ്യം എന്താ എഴുതേണ്ടത്? ഇംപ്ലൈസ് എ മൈനസ് ബി ഇസ് ഡിവിസിബിൾ ബൈ 5. കോമ ഇട്ടിട്ട് എന്താണ്? ബി മൈനസ് സി ഈസ് ഡിവിസിബിൾ ബൈ 5. 2 എണ്ണം. എ മൈനസ് ബി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ബി മൈനസ് സിയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ എ മൈനസ് സി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അതിന് എക്സാമ്പിൾ എടുക്കാം. എക്സാമ്പിൾ എടുത്ത് നോക്കാം. നോക്കിക്കേ, ഇപ്പോൾ 10, 15, 30. ഓക്കെ, അല്ലെങ്കിൽ 30, 20 എന്തേലും 25. എ ബി എ സി. മോനെ 10 മൈനസ് 15 ആരുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 10 മൈനസ് 15 എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? -5. -5നെ 5 കൊണ്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇത് പറ്റും. 15 മൈനസ് 25. 15 മൈനസ് 25 എന്ന് പറയുമ്പോഴും കിട്ടുന്നത് -10 ആണ്. അതിനെ 5 കൊണ്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 10 മൈനസ് 25 എ ടു സി. 10 മൈനസ് 25 എന്ന് പറയുമ്പോൾ -15 ആണ്. അതിനെ നമുക്ക് ഉറപ്പായിട്ട് ആരും കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 5 കൊണ്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എ മൈനസ് ബി ഇസ് ഡിവിസിബിൾ ബൈ 5, ബി മൈനസ് സി ഇസ് ഡിവിസിബിൾ ബൈ 5 ആണെങ്കിൽ എ മൈനസ് സി ഇസ് ഓൾസോ ഡിവിസിബിൾ ബൈ 5 ഇസ് ട്രൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇംപ്ലൈസ് എ മൈനസ് സി ഇസ് ഡിവിസിബിൾ ബൈ 5 ഈസ് ട്രൂ. Therefore, ordered where AC element of R, therefore R is എന്തായി മോനെ? ട്രാൻസിറ്റീവ്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് എഴുതേണ്ട സ്റ്റെപ്സുകൾ. ഇതൊക്കെ നന്നായിട്ട് നിങ്ങളൊന്ന് എഴുതി പഠിക്കണം. ഇതിപ്പോ നിങ്ങൾ ചെയ്യുന്നത് എന്താ അറിയോ? ഇതൊന്ന് കാണുന്നു, അടുത്തേലോട്ട് ഓടുന്നു. ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ മറന്നു പോകുന്നു. സന്തോഷം ഇല്ലയോ? ആ രീതിയിൽ കൂടെ പോകരുത്. ഇവനൊരു ബുക്കിലോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു കളക്ഷൻ കിട്ടിയ ഒരു എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ. ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ മെനക്കെട്ടെങ്കിൽ മാത്രമേ, മെനക്കെടുമെന്ന് ഞാൻ പറയുന്നില്ല, വർക്ക് ചെയ്യുക കേട്ടോ. അതിനകത്തുള്ള ബുദ്ധിമുട്ടൊന്നും നിങ്ങൾ നോക്കുക വേണ്ട, നിങ്ങൾക്ക് വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ മാക്സിമം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ കൂടെ തരും. എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ബൈ.